ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ചെറുനാരങ്ങ കൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അത് അധികം കയ്പൊന്നും ഉണ്ടാവാറില്ല. പിന്നെ കുറേ നാൾ വേണമെങ്കിൽ കേടാവാതെ ഇരിക്കുകയും ചെയ്യും. നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് നാരങ്ങ വേണം. ഇത് 1/2 കിലോ നാരങ്ങയാണ് കേട്ടോ. ഇത് 1/2 കിലോ നാരങ്ങ കഴുകി വെച്ചേക്കുന്നതാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, കടുക് വേണം. കടുക്, എണ്ണ നല്ലെണ്ണ എടുത്തോളൂ കേട്ടോ. വിളക്കെണ്ണയൊന്നും അച്ചാറിന് എടുത്താൽ നല്ലതാവില്ല. പിന്നെ ചൊറുക്ക, പിന്നെ നമുക്ക് ഇഞ്ചി വേണം, കുറച്ച് ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പിന്നെ ഉലുവ വേണം, കായം, പിന്നെ 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നാരങ്ങ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നാരങ്ങ ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിക്കാറാണ് പതിവ്. അപ്പോൾ നമുക്കിനി നാരങ്ങ നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിക്കാം. ആ സമയത്ത് നമുക്ക് ഇത് തിളയ്ക്കാൻ വയ്ക്കുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് അരിയാം. കുറച്ച് വെള്ളം ഞാൻ സ്റ്റൗവ് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ നാരങ്ങ കരിക്ക് ഇടാം. ചെറുതായി ഒന്ന് തിളയ്ക്കണം കേട്ടത്. ഒന്ന് തോലൊക്കെ ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പലരും പല രീതിയിലാണ് ചെയ്യുക. ചിലർ എണ്ണയിലിട്ട് ആക്കാറുണ്ട്. ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇതുപോലെ ചെയ്യാറ്. ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇത് നമ്മൾ അധികം വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നിറച്ച് വെള്ളം ഒഴിച്ച് വെക്കേണ്ടി വരും. അത് അങ്ങനെ വേണ്ട. നമ്മൾ ഇടയ്ക്കൊന്നും ഇങ്ങനെയൊന്നും ഇളക്കി കൊടുത്താൽ മതി. ഒന്നും കൂടി നന്നായി ഒന്ന് തീ കത്തിച്ച് ഒന്ന് ചൂടാവട്ടെ, നന്നായി തിളക്കട്ടെ. ഇത് വാടിയിട്ടുണ്ട്. എങ്ങനെ വാടിയത് അറിയാമെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടും, തോലൊക്കെ ഒന്ന് പൊട്ടും. അപ്പോഴാണ് അത് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊക്കെ നമുക്കെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടണം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയിട്ട് വേണം അരിയാനായിട്ട്. നാരങ്ങ നന്നായി വാടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ തിളപ്പിക്കുമ്പോൾ ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട. അതായത് ഇതേപോലെ ചെറുതായി പൊട്ടുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. കണ്ടോ, ഇതുപോലെ. ഇനി നമുക്കിത് അരിയാം. അരിയുമ്പോൾ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അരിയാട്ടോ. ഞാൻ ചെറുതാക്കി അരിയും. ഞാൻ ഒരു കഷ്ണം, ഒരു 3-4 കഷ്ണമൊക്കെ ആക്കും. ഒരു പകുതി ഭാഗം തന്നെ. നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉലുവയും കായും വറുത്തിടാം. അപ്പം ആദ്യം നമ്മൾ എണ്ണയൊന്നും ഒഴിക്കണ്ട. ഉലുവ മാത്രം കുറച്ച് ഉലുവ ഇട്ടാൽ മതിയിട്ടാണ്. ആദ്യം ഉലുവ മാത്രം കുറച്ചിടാം. ഉലുവയും ഉലുവ കൂടുതലായിട്ടുണ്ടെങ്കിലും കഴിക്കും. അപ്പോൾ നമ്മൾ ഉലുവ കുറച്ചിട്ടാൽ മതി. ഇത്രയൊക്കെ ഇട്ടാൽ മതിയോ. ഉലുവ മൂത്തിട്ടുണ്ട്. കരിയാണ്ട് നമുക്കത് മാറ്റാം. എണ്ണ ഒഴിക്കണം. എണ്ണ നമുക്ക് അച്ചാറിലേക്കും ആവശ്യമാണല്ലോ. അപ്പോൾ ഇത്തിരി കൂടുതൽ എണ്ണ ഒഴിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പോരായി ഉണ്ടെങ്കിൽ നമുക്കിനി ഒഴിക്കാം. ഞാനൊരു 3-4 കഷ്ണം കായം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിടാം. കായം നന്നായി മൂത്തിട്ടുണ്ട്. കരിയാണ്ട് ഈ കളറാവുമ്പോൾ കണ്ട, ഈ കളറാവുമ്പോൾ കായം എടുത്ത് ഈ ഉലുവയിൽ തന്നെ ഇടാം. കുറച്ച് കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി നമ്മൾ വലിയ വെളുത്തുള്ളിയൊക്കെ ഒന്നും നടുകീറിയിടാം. അല്ലാത്തതൊന്നും ചെയ്യണ്ട. അങ്ങനെ കീറി വെച്ചാണ് ഞാനിത്. വെളുത്തുള്ളി ഇടാം. ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഒന്ന് ചെറുതായി ഒന്ന് മൂക്കണം. അല്ലെങ്കിൽ അത് പച്ചയൊക്കെ അടിക്കില്ലേ. അത് കാരണം കൊണ്ടാണ് വെളുത്തുള്ളി ആദ്യം ഇടുന്നത്. അപ്പോൾ അത് ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി ഇടുക.
ഇഞ്ചി ഇതേപോലെ ചെറുതായി ഒന്ന് വാടണം. ഇഞ്ചി ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇടാം. കറിവേപ്പില ഇട്ടിട്ടില്ല, അതിടാം. കറിവേപ്പില നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ഇടാം. ഞാനൊരു 3.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആക്കിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊന്ന് മൂക്കട്ടെ. മുളക് പൊടി ഇട്ടിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നും മൂത്തില്ലെങ്കിൽ ചുമന്നിരിക്കും ഈ ഇത്. അപ്പോൾ ഒരു ബ്രൗൺ കളർ പോലെ ആവണം. അപ്പോൾ അതിലേക്ക് നമുക്ക്, ഞാൻ സ്റ്റവ് കത്തിച്ചിട്ടില്ല, അതിലേക്ക് നമുക്ക് ചൊറുക്കൊഴിക്കാം. ഈ നാരങ്ങയ്ക്ക് ഇത്ര വെള്ളം പോരാ. ചൊറുക്ക മാത്രം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, പിന്നെ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നമുക്ക് ഇതിൽ. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, എല്ലാവരും ചൊറുക്ക് ഒഴിക്കാറില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. നമ്മൾ നാരങ്ങ എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ട് അധികം ലൂസാവാണ്ട് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം. ചൊറുക്കും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് നന്നായി തിളപ്പിക്കണം. നന്നായി തിളച്ചിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പിടാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് നാരങ്ങ അരിഞ്ഞതൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കണം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടണം. ഈ നാരങ്ങാച്ചാറിലൊക്കെ നന്നായി ഉപ്പിടേണ്ടി വരും, എന്നാലേ അതിൽ ഉപ്പ് പിടിക്കുള്ളൂ, അല്ലെങ്കിൽ പുളി രസം എടുക്കും. അപ്പോൾ അത് നന്നായി തിളച്ചിട്ടുണ്ട്. ഈ അച്ചാർ ഉണ്ടാക്കാനൊന്നും അധികം സമയം വേണ്ട നമുക്ക്. ഓരോ പണികൾ, ആദ്യം നാരങ്ങ വാട്ടി വയ്ക്കുക, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിയുക, അത് കഴിഞ്ഞാൽ ഉലുവയും കായം വറുക്കുക, ഇതൊക്കെ വഴറ്റുക, വേഗം അങ്ങോട്ട് ഉണ്ടാക്കാം. അധികം സമയമൊന്നും വേണ്ട അച്ചാറുണ്ടാക്കാനായിട്ട്. നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നാരങ്ങ ഇടാം. ഇത് കിടന്നൊന്ന് തിളയ്ക്കണം. വേണ്ട, ഇപ്പം ഇങ്ങനെ വെള്ളം കണ്ടുവെന്ന് വെച്ച് കൂടുതൽ വെള്ളമാവെന്ന് വിചാരിക്കേണ്ട. ഈ പാത്രത്തിൽ തന്നെ ഇരുന്നൊന്ന് വറ്റും. ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഉലുവയും കായും പൊടിച്ചു കൊണ്ടുവന്ന് വെക്കാം. ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് വേഗം തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇതിൽ തന്നെ കിടന്നൊന്ന് വേവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ നന്നായി പാകാവും. അപ്പോൾ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ഉപയോഗിക്കാം. ഇതിൽ ഉപ്പ് നോക്കാട്ടോ. ഇനി ഉപ്പ് പോരാ. ഉപ്പ് ഇഷ്ടം പോലെ ഉണ്ട് വരില്ലേ. 1.5 സ്പൂൺ ഇട്ടു. ഇനി ഉപ്പിടണം, നല്ല പോലെ ഉപ്പിടേണ്ടി വരും, അല്ലെങ്കിൽ പുളിയായിട്ട് നിൽക്കും. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ഉപ്പിടുക. പിന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് എന്തിട്ടാണെന്നറിയും. ഞാൻ കുറച്ച് പഞ്ചസാര ഇടാറുണ്ട്. ചെറിയൊരു മധുരം, പക്ഷെ അത് അച്ചാർ പാകമായി അതിൻ്റെ എരിവും പുളിയും ഒക്കെ കൂടി വരുമ്പോൾ നമുക്കത് മധുരം അധികം അങ്ങനെ ഫീൽ ചെയ്യില്ല. ഉപ്പൊക്കെ നോക്കി പഞ്ചസാര ഞാനൊരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ഞാൻ പിന്നിട്ടു. ഉപ്പ് നോക്കിയിട്ട് നമ്മൾ പുളി ഉണ്ടെങ്കിൽ, പുളി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് നല്ല പുളി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് നന്നായി ഇടണം. എന്നാലേ ഇത് നമ്മൾ പകർത്തിയൊക്കെ കുപ്പിയിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉപ്പുണ്ടാവില്ല, പുളി നല്ല പുളിയാവും. അപ്പോൾ പിന്നെ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇത്തിരി ഒന്ന് മുന്നിലേക്ക് ഉപ്പ് നിന്നാലും കുഴപ്പമില്ല. അതൊക്കെ പാകമായി വരുമ്പോൾ ശരിയാവും. ഇനി നമ്മൾ ഉലുവയും കായ ഇട്ടിട്ടില്ല. ഉലുവയും കായ ഇടാം. ഇവിടെ കുറച്ചേ ഉള്ളൂ കേട്ടോ, ഉലുവയും കായം കൂടരുത്. ഉലുവയും കായ ഇട്ടു. എനിക്ക്
എപ്പോൾ അച്ചാറുണ്ടാക്കുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറുതായിരുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പയർ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ വീട്ടിൽ പയർ വയ്ക്കുമ്പോൾ അത് എനിക്ക് ഇഷ്ടമല്ലാണ്ടാവുമ്പോൾ ഞാൻ അമ്മോട് പറയും, അമ്മ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കടയുണ്ട്, വീട്ടുകാരാണ് നടത്തണത്. അപ്പോൾ ആ കടയിൽ അച്ചാറുണ്ട്. അപ്പോൾ ഞാനത് അമ്മോട് പറയും, അമ്മ അച്ചാർ മേടിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അമ്മ പൈസ തരും. അന്ന് 25 പൈസയൊക്കെ കൊടുത്താൽ മതി. 25 പൈസ കൊടുത്താൽ അപ്പോൾ ഒരു ഗ്ലാസും കൊണ്ട് ഓടും കടയിലേക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് അച്ചാർ വെച്ചാൽ അവിടുത്തെ ആ ചേച്ചി തന്നെ ഉണ്ടാക്കണത് തന്നെയാണ് ഈ അച്ചാറൊക്കെ. എന്നിട്ട് അപ്പോൾ ഒരു 2-3 കഷ്ണം ഉണ്ടാവുള്ളൂ, ചെറുത് ഇതുപോലെ ചെറിയ 2-3 കഷ്ണം ഉണ്ടാവുള്ളൂ. അത് കൊണ്ടുവന്നിട്ട് ഞാൻ ചോറുന്നു. ആ കാര്യം എനിക്ക് ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരും. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ടേസ്റ്റ് എനിക്ക് ഇതുപോലെ ഉണ്ടാക്കിയ ആ ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളിത് നാളെ വേണമെങ്കിലും കഴിക്കാം, എന്നത് ഇരിക്കും തോറും ടേസ്റ്റ് ഇതിൻ്റെ കൂടി വരും. അങ്ങനെയാണ്. എത്ര പഴകിയാലും ഇതിന് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇത് ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് നേരം ഇരിക്കണം. അപ്പോഴാണ് ഒന്നുകൂടി ഈ വെള്ളമൊക്കെ ഒന്നുകൂടി വറ്റും. എന്നിട്ട് നമുക്കത് പകർത്തി വയ്ക്കാം.